എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഈക്കോൻ്റെ റീല് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഓടിച്ചിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഇടുന്നുണ്ട്. ആദ്യം നമ്മൾ നോക്കുകയാണ്, വണ്ടിക്ക് സെൻട്രൽ ലോക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ കയറി ജസ്റ്റ് ചാവിട്ട് ഓണാക്കി 82,000 കിലോമീറ്ററാണ് ഇതിൻ്റെ ഓഡോമീറ്റർ റീഡിങ്. ജെന്യുവൻ കിലോമീറ്ററാണ്. സ്റ്റീരിയോ ഉണ്ട്, ഇതിൽ AC ഉണ്ട്, പവർ വിൻഡോസ് ഒന്നും വരുന്നില്ല, പവർ സ്റ്റിയറിംഗ് വരുന്നില്ല. പക്ഷേ ഈക്കോനെ സംബന്ധിച്ച് നമുക്കൊരു പവർ സ്റ്റിയറിങ്ങിൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല. കാരണം ഫ്രണ്ടിൽ വലിയ കാര്യമായിട്ട് ലോഡ് തോന്നാറില്ല. പിന്നെ ഈ സൗണ്ട് വന്നത് ലോക്കിൻ്റെ ആയിരുന്നു. സെൻട്രൽ ലോക്ക് ഞാൻ കീട്ടാണ് തുറന്നിരുന്നത്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് വേറെ വലിച്ചിലും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിരുന്നില്ല. അത്യാവശ്യം നല്ലൊരു വണ്ടിയാണിത്. വിത്തൗട്ട് AC ഒരു 13-14 കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്ന വണ്ടിയാണിത്. AC നല്ല കൂളിംഗ് ഉണ്ട്. AC ഇട്ട് ഓടിക്കുമ്പോഴും വലിയ കാര്യമായിട്ടുള്ള പവർ ഡ്രോപ്പ് ഒന്നും ഫീൽ ചെയ്തിരുന്നില്ല. കാരണം 1.2 ലിറ്റർ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. പെട്രോൾ എഞ്ചിനാണ്. CNG കയറ്റാത്ത വണ്ടിയാണ്, പ്യുവർലി പെട്രോൾ വണ്ടി. ഇതേ എഞ്ചിൻ തന്നെയാണ് സ്വിഫ്റ്റിലും വരുന്നത്, പക്ഷേ ട്യൂണിങ്ങിൽ വ്യത്യാസമുണ്ട്. ഈക്കോയ്ക്ക് റിയർ വീൽ ഡ്രൈവ് ആണ് വരുന്നത്. ഓടിച്ചു തുടങ്ങിയപ്പോഴാണെങ്കിലും ക്ലച്ച് ജഡറിങ് ഒന്നും നമുക്ക് തോന്നിയിരുന്നില്ല. ക്ലച്ച് റിലീസിങ് എല്ലാം വളരെ സ്മൂത്താണ്. പിന്നെ നമ്മൾ ഈക്കോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാരുതിയുടെ വേഴ്സ എന്നുള്ളൊരു വേരിയൻറ്റിൻ്റെ പുതിയൊരു പതിപ്പായിരുന്നു മാരുതി ഈക്കോ. വേഴ്സ 1.3 ലിറ്റർ പെട്രോൾ എഞ്ചിനായിരുന്നു പഴയ സ്റ്റീമിലൊക്കെ യൂസ് ചെയ്തിരുന്നത്. ഈ വണ്ടിയിൽ മെലഡി ഹോണൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിൽ കാണിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ സെക്കൻഡ് റോ സീറ്റ്സ് സ്പ്ലിറ്റ് സീറ്റ്സ് ആണ് വന്നത്. ഡിക്കിയിൽ ഫേസിങ് ആയിട്ടുള്ള ചൈൽഡ് സീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ സൈഡ് സീറ്റ്സിലേക്കുള്ള ആക്സസ് നമുക്ക് സെക്കൻഡ് റോയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാൻ പറ്റും. അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അല്ലാത്ത സമയങ്ങളിൽ നമുക്കിത് ലഗേജ് കയറ്റാനും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡോറിൽ ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. വണ്ടിക്ക് ഹൈറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ പ്രായമായവർക്കും കയറാനായിട്ട് എളുപ്പമാണ്. ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. വാഹനം അത്യാവശ്യം നീറ്റ് കണ്ടീഷൻ തന്നെയാണ്. വേറെ ആക്സിഡൻസോ റീപ്ലേസ്മെൻറ്റ്സോ ഒന്നും സംഭവിച്ചിട്ടില്ല. ബോഡിയിലാണെങ്കിലും കാര്യമായിട്ടുള്ള പാച്ച് വർക്ക്സ് ഒന്നുമില്ല. ടയറുകൾ 2 പുതിയതാണ്, 2 ഒരു 60% മുകളിലുണ്ട്. വീൽ കവേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇത് കൊമേഴ്ഷ്യൽ പർപ്പസിന് എടുക്കുന്നവർക്ക് ഇതിൽ CNG കയറ്റാനും പറ്റുന്നതാണ്. CNGയിലാവുമ്പോൾ അറൗണ്ട് 20 കിലോമീറ്ററോളം ഈ വാഹനത്തിന് മൈലേജ് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ സെൻട്രൽ ലോക്കിങ് വർക്കിംഗ് ആണ്. ഇനി ഇതിൻ്റെ അണ്ടർ ബോഡി ചെക്ക് ചെയ്യാം. അണ്ടർ ബോഡിയിൽ വേറെ തുരുമ്പ് കാര്യങ്ങളില്ല. നമുക്കിതിൻ്റെ റണ്ണർ ചാനലിലൊക്കെ നോക്കുമ്പോഴാണെങ്കിലും കാര്യമായിട്ടുള്ളൊരു തുരുമ്പ് പോലും ഇതിൽ കാണാനില്ല. സോ താല്പര്യമുള്ളവർക്ക് വിളിക്കാം. ചോദിക്കുന്ന വില 1,95,000 രൂപയാണ്. താങ്ക് യു.